ചാഥന്റെ ഉത്ഭവം. ഭയാനകമായ സത്യം. ശിവഭഗവാന്റെയും വിഷ്ണുമായയുടെയും പുത്രനായാണ് കുട്ടിച്ചാഥൻ അഥവാ വിഷ്ണുമായ ചാഥൻ അറിയപ്പെടുന്നത്. ഈ കഥ തുടങ്ങുന്നത് കൈലാസത്തിൽ നിന്നാണ്. കഥയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ലൈക്കും ചെയ്യുക. കഥയുടെ തുടക്കം. ഒരിക്കൽ ശിവഭഗവാൻ വനത്തിലൂടെ വേട്ടയ്ക്ക് പോയപ്പോൾ അവിടുത്തെ ഒരു ആദിവാസി സുന്ദരിയിൽ ആകൃഷ്ടനായി. എന്നാൽ ആ സ്ത്രീ യഥാർത്ഥത്തിൽ ഒരു അസുര സ്ത്രീയാണെന്ന് ഭഗവാൻ അറിഞ്ഞില്ല. ഭഗവാനെ രക്ഷിക്കാൻ വേണ്ടി വിഷ്ണു ഭഗവാൻ ആ സുന്ദരിയുടെ രൂപം മായ സ്വീകരിച്ചു. ഈ ബന്ധത്തിൽ ജനിച്ച ഉഗ്രമൂർത്തിയാണ് ചാഥൻ. ജനനം സാധാരണ ജനനമായിരുന്നില്ല അത്. അഗ്നിഗോളമായി ഭൂമിയിലേക്ക് പതിച്ച ചാഥൻ എണ്ണക്കറുപ്പുള്ള രൂപവും കയ്യിൽ മന്ത്രവടിയും കഴുത്തിലൊരു പുലിത്തോലും ധരിച്ചായിരുന്നു പ്രത്യക്ഷപ്പെട്ടത്. ഇതിനെ ചാഥന്റെ അവതാരം എന്ന് വിളിക്കുന്നു. ചാഥൻ തന്റെ ശക്തി തെളിയിക്കാൻ വേണ്ടി 1000 സൂര്യന്മാരുടെ പ്രഭയോടെ ആകാശത്ത് ഗർജിച്ചുവെന്നാണ് കഥ. കർമ്മങ്ങൾ. എന്തിനാണ് ചാഥനെ സേവിക്കുന്നത്? ചാഥൻ പ്രധാനമായും കർമ്മമൂർത്തിയാണ്. അതായത് ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് ഫലം നൽകുന്നവൻ. ശത്രുദോഷം തീർക്കുക. തന്നെ ഉപദ്രവിക്കുന്നവർക്ക് നേരെ ചാഥനെ പറഞ്ഞയച്ചാൽ ശത്രുവിന്റെ വീട്ടിൽ കല്ലും മണ്ണും വീഴ്ത്താനും ചാഥനേറ് സമാധാനം കെടുത്താനും ചാഥന് കഴിയും. അദൃശ്യവേഗത. വായുവിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാനുള്ള കഴിവ് ചാഥനുണ്ട്. ചാഥൻ സേവ നടത്തുന്ന മന്ത്രവാദികൾക്ക് അദൃശ്യമായ കാര്യങ്ങൾ അറിയാനും സാധിക്കും. ആവാഹനം. ചാഥനെ പ്രീതിപ്പെടുത്താൻ രക്തബലിയും കള്ളും മാംസവും നൽകുന്ന രീതി ചില ദുർമന്ത്രവാദ രീതികളിൽ ഉണ്ടായിരുന്നു. എന്നാൽ അത് തെറ്റിയാൽ ചാഥൻ ആ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കും. ഭയാനകമായ വസ്തുത. ചാഥൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല വരുന്നത്. പറയപ്പെടുന്നതനുസരിച്ച് 400 ചാഥന്മാരുണ്ട്. ഇതിലേറ്റവും ഭീകരൻ കരിങ്കുട്ടി ചാഥനാണ്. അപാരം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.